24 വർഷങ്ങൾക്ക് മുന്നേ കണ്ട വല്യേട്ടൻ മൂവിയല്ല നിങ്ങൾ നാളെ കാണാൻ വേണ്ടി പോകുന്നത്. ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 24 വർഷങ്ങൾക്ക് മുന്നേ 2000 കാലഘട്ടത്തിൽ തിയേറ്ററിൽ എത്തിയ വല്യേട്ടൻ എന്ന ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂറും 44 മിനിറ്റുമായിരുന്നു. എന്നാൽ നാളെ തിയേറ്ററിൽ എത്തുന്ന വല്യേട്ടൻ എന്ന ചിത്രത്തിന് 2 മണിക്കൂറും 52 മിനിറ്റും ദൈർഘ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓൾഡ് വല്യേട്ടൻ ചിത്രവുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് 8 മിനിറ്റോളം കൂടുതലാണ് പുതിയ വല്യേട്ടൻ ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റും അതുപോലെ ഗവൺമെന്റ് ആഡ്സും അതോടൊപ്പം തന്നെ പുത്തൻ രൂപത്തിലായതിന്റെ ടൈറ്റിൽ കാർഡിലെ മാറ്റങ്ങളൊക്കെയാണോ ചിത്രത്തിന്റെ ദൈർഘ്യം കൂടാൻ കാരണം, അല്ലെങ്കിൽ ചിത്രത്തിലെ പണ്ട് ദൈർഘ്യം കൂടുതലായത് കാരണം വെട്ടിമാറ്റപ്പെട്ട സീനുകൾ ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നാളെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സിനിമയിൽ പണ്ടില്ലാത്ത 1-2 സീനുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നാളെ അത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം ഏതൊക്കെ സീനുകളാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന്. ഇപ്പോൾ ഇതാ കേരള തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷ പോലെ 100-ൽ കൂടുതൽ തിയേറ്ററിൽ തന്നെയാണ് കേരളത്തിൽ വല്യേട്ടൻ എന്ന് പറയുന്ന ചിത്രം എത്തുന്നത്. കേരളത്തിൽ 120 തിയേറ്ററിൽ വല്യേട്ടൻ എത്തുമ്പോൾ വേൾഡ് വൈഡും നല്ല രീതിയിലുള്ള തിയേറ്റർ ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്നിതാ കൊച്ചിയിൽ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ നടന്നിട്ടുണ്ടായിരുന്നു. പ്രിവ്യൂ ഷോയിലൂടെ മികച്ചൊരു അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള 4K വേർഷൻ ആണ് വല്യേട്ടൻ ടീം പുറത്ത് വിട്ടിരിക്കുന്നത് എന്നുള്ള പൊതുവേ ഉള്ള ഒരു അഭിപ്രായം വന്നിരിക്കുന്നു. വല്യേട്ടൻ എന്ന ചിത്രത്തിന്റെ കഥ എന്താണെന്ന് നമുക്കറിയാം, ഓരോ സീനുകളും എന്താണെന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ബിഗ് സ്ക്രീനിൽ വല്യേട്ടൻ എന്ന് പറയുന്ന ചിത്രം നമ്മൾ വീണ്ടും കാണുന്ന സമയത്ത് ആ ഒരു മടുപ്പോ യാതൊരുവിധ ലാഗോ നമുക്ക് അനുഭവപ്പെടുന്നില്ല. മമ്മൂക്കയുടെ വോയിസ് മോഡുലേഷൻ ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അത് 4K വേർഷനിൽ നമ്മൾ കാണുന്ന സമയത്ത് മാക്സിമം പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് കണ്ട പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. മെഗാസ്റ്റാറിന്റെ വല്യേട്ടൻ മൂവി 24 വർഷങ്ങൾക്ക് ശേഷം നാളെ തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുത്തുള്ള ഏത് തിയേറ്ററിൽ പോയിട്ടാണ് നിങ്ങൾ കാണുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്.